കീം 2025 കെമിസ്ട്രീൻ്റെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയും. ആദ്യം ഡിസ്ക്ലെയിമർ വായിക്കുക, എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിലോട്ട് പോകാം. ഈ കെമിസ്ട്രീൻ്റെ കേസ് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ പേഴ്സണൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫിസിക്സ് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ കെമിസ്ട്രിയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഇനിയുള്ള സമയത്ത് മാത്സും അതിൻ്റെ കൂടുതൽ ഏതർ ഫിസിക്സ് ഏതർ കെമിസ്ട്രി എന്നുള്ള രീതിയിൽ പോകാം, അല്ലെങ്കിൽ കുറച്ച് ഫിസിക്സ് കുറച്ച് കെമിസ്ട്രി എന്നുള്ള രീതിയിൽ പോകാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പം 2 സബ്ജക്റ്റ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. പക്ഷേ കെമിസ്ട്രിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അതിലൊരു പ്രധാനപ്പെട്ട ഈ ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സ്, ഈ ലാസ്റ്റ് താഴത്തെ കൊടുത്തിട്ടുള്ള ഈ ചാപ്റ്റേഴ്സ്, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റേഴ്സ് ഫുൾ തിയറി ആയിരിക്കും. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 അല്ലെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് എന്താണ് ഈ 3 ചാപ്റ്റർ മര്യാദക്ക് എടുത്ത് കിട്ടും. NCERT ടെക്സ്റ്റ് മര്യാദക്ക് വായിച്ചാൽ മാത്രം മതി, ഷുവറാണ് മാർക്ക് കിട്ടിക്കോളും. അതിനുശേഷം നിങ്ങൾക്ക് ചോയ്സാണ്, ഇൻഓർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്. ഞാനൊരു കാര്യം പറ്റേ, ഓർഗാനിക് എന്ന് പഠിക്കുന്ന ആ കുട്ടികളാണ് ഈ GOC ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, നിങ്ങളുടെ +1 ആ ചാപ്റ്റർ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നല്ല മാർക്ക് കിട്ടും. കാരണം വെച്ചാൽ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കാതെ വേറെ ഓർഗാനിക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡൗട്ട് വരും. നിങ്ങൾ അത്യാവശ്യം ഓർഗാനിക് ബേസിക്സ് ഒക്കെ ഉള്ളവരാണ് എന്ത് ചെയ്യുക, ഈ 2 ചാപ്റ്റേഴ്സ് പക്ഷേ ഓർഗാനിക്കിൻ്റെ നെയ്മഡ് റിയാക്ഷൻസ് പഠിക്കുക, കൺവേർഷൻസ് പഠിക്കുക, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിക്കുക. അതിൽ കൂടുതൽ നീറ്റ് കീം പ്രീവിയസ് ഇയർ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ ഓർഗാനിക് ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, നേരെ D&F ബ്ലോക്കിലോട്ട് പോകാം, D&F ബ്ലോക്ക് മര്യാദയ്ക്ക് പഠിക്കുക. പിന്നെ കെമിക്കൽ ബോണ്ടിങ് അത്യാവശ്യം വർക്ക് എടുത്താൽ മാർക്ക് കിട്ടും, പക്ഷേ ചിലർക്ക് വർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ഒരു ഇന്ത്യ കെമിക്കൽ ബോണ്ടിങ് അത്യാവശ്യം പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, പക്ഷേ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് D&F ബ്ലോക്ക് പോകാം. പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ പറയാനുള്ളത് സൊല്യൂഷൻസ്, അതേപോലെ കെമിക്കൽ കൈനറ്റിക്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഇക്വിലിബ്രിയം, ഈ 3 ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് പ്രീവിയസ് ഇയർ നല്ല രീതിക്ക് പഠിച്ച് മനസ്സിലാക്കി പോയാൽ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. നീറ്റും കീമും ആണ് ഈ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ, വെറും പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ നിങ്ങൾക്ക് നീറ്റും കീമും നോക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇനി കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലൊരു ഇൻഡെപ്ത് പോകേണ്ട, പക്ഷേ ഈ 3 ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് ഇൻഡെപ്ത് പോവുക. അതേപോലെ തന്നെ നിങ്ങൾ D&F ബ്ലോക്ക് ആണെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ വിടുക. പിന്നെ P ബ്ലോക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതും നിങ്ങൾ അതിലേക്ക് പോകാം. പിന്നെ അടുത്തൊരു കേസ് ഞാൻ പറയട്ടെ, ഇനി ടിപ്സ് ആൻഡ് ട്രിക്സ് അപ്പോൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കോളേജ് ദിവസത്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ട് കയറാം. ഇവിടെ നിങ്ങൾക്ക് കീമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, സ്റ്റഡി പ്ലാൻ, ചാപ്റ്റർ വൈസ് വെയിറ്റേജ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, NRF റാങ്കിങ്സ്, കീമിൻ്റെ മാർക്ക് റാങ്ക്, എക്സാം പാറ്റേൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള വാട്സപ്പ് ബോട്ടാണ്. നിങ്ങളുടെ കീം 2025 ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും വെച്ചിട്ട് എൻ്റെ കോളേജ് ദിവസത്തിൻ്റെ വാട്സപ്പ് ബോട്ടിൽ കയറുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അങ്ങനെ കംപ്ലീറ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക. ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുന്ന സമയത്ത് കെമിസ്ട്രിയിൽ ഏകദേശം 30 ചോദ്യമാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് എങ്ങനെയെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് എത്ര മാർക്കായി, ഏകദേശം ഒരു 48 റേഞ്ച്, അല്ലെങ്കിൽ 40 മാർക്കിൻ്റെ അടുത്തെത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 10 to 12 ആയിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള 20-25 ഡേയ്സ് ടാർഗറ്റ്. അപ്പോൾ നിങ്ങൾ 3 സബ്ജക്റ്റ് നല്ലോണം പഠിക്കാൻ കഴിയുക. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. മാത്സിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മാത്സിൽ അറ്റ്ലീസ്റ്റ് 75 to 40 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ 30 to 45 ഇടയിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. കെമിസ്ട്രി നിങ്ങളൊരു 10 ആണെങ്കിൽ ഫിസിക്സ് നിങ്ങളൊരു 20 അറ്റൻഡ് ചെയ്യുക. ഈ 2 രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു രീതിക്ക് വേണ്ടിയിട്ട് തന്നെ വർക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിക്ക് തന്നെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ലാസ്റ്റ് നിമിഷമാണ്. അപ്പോൾ ഞാനൊരു കാര്യം വീണ്ടും പറഞ്ഞു, ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. മാത്സിൻ്റെ കൂടെ ഒന്നൊക്കെ ഫിസിക്സ് പഠിക്കാം, അല്ലെങ്കിൽ ഒന്നൊക്കെ കെമിസ്ട്രി പഠിക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനൊരു കാര്യം, നിങ്ങൾ എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ പരീക്ഷ എങ്ങനെയാണ്, നല്ലോണം പോലെ പഠിക്കുക, പോവുക, എഴുതി വരിക. എൻട്രൻസ് എങ്ങനെയല്ല, റിവിഷൻ ഒരു രാവിലെ നിങ്ങൾ നീച്ച് തലേ ദിവസം പഠിച്ച റിവിഷൻ ചെയ്യുക, വീണ്ടും പുതിയ ടോപ്പിക്കിലോട്ട് പോവുക, അതിനുശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ പ്രോബ്ലം ചെയ്യുക, അതിനെ മോക്ക് ചെയ്യുക, അതിന് വീണ്ടും റിവിഷൻ ചെയ്യുക, എന്നിട്ട് ഈ റിവിഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പിറ്റേ ദിവസം വീണ്ടും റിവിഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനെയൊക്കെ പോയാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് 20-25 ഡേയ്സ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് റിപ്പീറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഫ്രഷേഴ്സ് ഓൾറെഡി പഠിത്തം തുടങ്ങി റിവിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ തന്നെ ഈ ഒരു രീതി ഫോളോ ചെയ്യുക, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഈ ചാപ്റ്റേഴ്സൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.